ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത് നമ്മുടെ സച്ചിക്കും ശ്രീകാന്തിനും ശ്രുതിക്കും പുറമെ രവിക്കും കൂടെ മദ്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ബീരാൻ പറയുന്ന സമയത്ത് ബീരാനെ തല്ലാനൊരുങ്ങുകയായിരുന്നു സച്ചി. അതിനുശേഷം കാണിക്കുന്നത് എങ്ങനെയും സത്യങ്ങൾ ബീരാൻ്റെ വായിൽ നിന്ന് അറിയണമല്ലോ. അതിന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ മദ്യപിച്ചാൽ മതിയാകുമെന്ന് നമ്മുടെ മഹേഷ് നേരത്തെ സച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മലേഷ്യയിൽ നിന്ന് സ്കോച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിക്കുന്നതും. മലേഷ്യയിൽ നിന്ന് സ്കോച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാമെന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നതിനിടെ സച്ചി നിനക്ക് ഏത് സമയത്തും ഇത് മാത്രമാണ് വിചാരം ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് ബീരാൻ പറയുന്നുണ്ട്, ഞാൻ മലേഷ്യയിൽ നിന്ന് 5 ലിറ്റർ സ്കോച്ച് കൊണ്ടുവന്നു, പക്ഷേ നമുക്ക് ഇങ്ങോട്ടേക്ക് 2 ലിറ്ററല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ എന്നെ ഇൻകം ടാക്സ് പിടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയും മഹേഷും പരസ്പരം വായും പിടിച്ച് നോക്കി നിൽക്കാണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അങ്കിള് കസ്റ്റംസിനെയാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് തന്നെ കസ്റ്റമർ കെയർ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ബീരാൻ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ബീരാൻ പറയും, ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ നാട്ടിലെ മദ്യം കഴിച്ച് മടുത്തിട്ടാണല്ലോ സ്കോച്ച് ചോദിച്ചത്, അതുപോലെ തന്നെയാണ് എനിക്കും. ഞാൻ അവിടുത്തെ മലേഷ്യയിലെ സ്കോച്ച് കഴിച്ച് മടുത്തു, അതുകൊണ്ടാണ് നാട്ടിലെ മദ്യം ആവശ്യപ്പെടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, ഓ അപ്പോൾ ഓസിന് കുടിക്കാൻ വേണ്ടി വന്നാണല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. ഏകദേശം അത് തന്നെയെന്ന് ബീരാൻ ഇങ്ങനെ തമാശ രൂപേണ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി ശ്രുതിയുടെ ഇളയച്ചൻ്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരെ കൊണ്ട് മദ്യം മേടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ശ്രുതി തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബീരാൻ പറയുന്നുണ്ട്, എടാ മീശ വെച്ച് നടന്നാൽ മാത്രമാവില്ല, ഇടയ്ക്കൊക്കെ മദ്യപിച്ചാൽ മാത്രമേ ആണാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉവ്വ നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, ഇന്ന് പൊങ്കാല ആഘോഷിക്കാൻ വന്ന എൻ്റെ മേത്ത് ശ്രുതി പൊങ്കലിടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചിന്തിക്കുകയാണേ. അങ്ങനെ ഒരു ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ സച്ചിയുടെ 2 സുഹൃത്തുക്കളെ, നാട്ടിലുള്ള സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഇവരാണ് കേട്ടോ നമ്മുടെ ബീരാനിക്ക് മദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. മദ്യം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ബീരാനിക്ക കുറച്ചും കൂടി എന്നും പറഞ്ഞുകൊണ്ട് ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം മദ്യം മേടിക്കും കേട്ടോ. അതിനുശേഷം അതിൻ്റെ 1/4 ഭാഗം മുകളിൽ കുറച്ച് ഭാഗം മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ, എന്നിട്ട് അത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും മഹേഷ് പറയുകയാണ്, എടാ നമ്മളൊക്കെ 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിന് മുകളിലല്ലേ കുറച്ച് മദ്യം ഒഴിക്കാറുള്ളത്, ഇദ്ദേഹം എന്താ ഇങ്ങനെ കഴിക്കുന്നത് എന്ന് സച്ചിയോട് ചോദിക്കുകയാണ്. സച്ചിയാണെങ്കിലോ ബീരാൻ്റെ പെരുമാറ്റം എല്ലാം തന്നെ നോക്കിക്കാണുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചിയുടെ വേറൊരു സുഹൃത്ത് പറയുന്നുണ്ട്, എടാ ഇദ്ദേഹം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്, അവർക്ക് മാത്രമേ ഇങ്ങനെ കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് നമ്മളെ സച്ചി ചോദിക്കുന്നുണ്ട്, അങ്കിൾ മലേഷ്യയിൽ എവിടെയായിരുന്നു, എന്തായിരുന്നു ബിസിനസ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ആരാ നിനക്കറിയില്ല, ഞാനാണ് ബീര എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാനാണ് സുന്ദർദാസ് എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി വേഗം ബീരയോ അതാരാണെന്ന് ചോദിക്കുമ്പോൾ അല്ല എൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്, BR സുന്ദർദാസ് എന്ന് പറയും കേട്ടോ. അതിനുശേഷം സച്ചി സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ചില ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ ബീര ശ്രുതിയെ പോലെ തന്നെ ഒഴിഞ്ഞു മാറി പോവുകയാണ്. ഏത് സമയത്തും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ മദ്യപിക്കരുത്, മദ്യപിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും ശ്രുതിയൊക്കെ വഴക്കുണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബീരാൻ പറയുന്നുണ്ട്, മരുമോനെ നീ എൻ്റെ മരുമോനാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ്. വേഗം തന്നെ ബീരാൻ നിൽക്കട അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി മടിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ബീരാൻ ഇവിടെ ഇരിക്കാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ദേഷ്യപ്പെട്ട് പറയുമ്പോഴത്തേക്കും ശ്രുതി അവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം ബീരാൻ ഒരു ഗ്ലാസ് മദ്യം മേടിച്ചിട്ട് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിപ്പോൾ ഓവറായി എന്ന് നമ്മുടെ സച്ചി പറയുമ്പോഴത്തേക്കും ഇതെനിക്കല്ല, ഇത് ഇവനാണെന്ന് പറയാൻ കേട്ടോ. വേഗം തന്നെ ശ്രുതി എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. സച്ചി ആണെങ്കിൽ പറയുന്നുണ്ട്, വേണ്ട അവൻ കഴിക്കാറില്ല, നിർബന്ധിച്ച് ഒരാളെ കുടിപ്പിക്കരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതിയുടെ ഇളയച്ചനായിട്ട് വന്നിരിക്കുന്ന ബീരാൻ പറയുന്നുണ്ട്, അവൻ കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വേണ്ട, ആരും അവന് നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പതിയെ എഴുന്നേറ്റ് ശേഷം ശ്രുതിയുടെ വായിലേക്കായിട്ട് ഈ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് സച്ചി ഇരുന്നോടത്തുനിന്ന് ചാടി എഴുന്നിട്ട് താൻ എന്തോ കാണിച്ചത്, അവൻ കഴിക്കില്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ ബീരാൻ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അവൻ അറിയട്ടെ, ഇങ്ങനെയൊക്കെ അറിഞ്ഞാലല്ലേ അവന് കുടിക്കാൻ തോന്നുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീരാൻ വീണ്ടും എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസും കൂടെ കൂടിയിട്ട് നേരെ ശ്രുതിയുടെ വായിലേക്ക് അമർത്തുകയാണ്. വേഗം തന്നെ സച്ചിയും മഹേഷും കൂടി വന്ന് ബീരാനെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിലോ എനിക്ക് നെഞ്ചിരിയുന്നു, തലകറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വെപ്രാളം. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വേച്ച് നടന്നു പോവുകയാണ്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ശ്രുതിയുടെ ഇളയച്ചനെക്കൊട്ട് നല്ലത് കൊടുക്കാനായിട്ട് സച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ അറിയാനുള്ളത് കൊണ്ട് തന്നെ സച്ചിയെല്ലാം സഹിച്ചു നിൽക്കാണ്ട്. അതിനുശേഷം ബീരാൻ ആടുകളെക്കുറിച്ചും അതുപോലെ തന്നെ തൻ്റെ ഏരിയയെക്കുറിച്ചൊക്കെ ചെറിയ സൂചനകളൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടൊരു വിവരവും തന്നെ സച്ചിക്ക് ലഭിക്കുന്നില്ല. സച്ചി വീണ്ടും ചൂഴ്ന്ന് ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിലും ബീരാൻ നമ്മുടെ വരാലിനെ പോലെ തെന്നി മാറിപ്പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ശ്രുതി ആകട്ടെ 4 കാലിൽ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ നടന്നു പോവുകയാണ്. പോകുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഞാനിങ്ങ് വന്ന സമയത്ത് ഈ റോഡ് നേരെ കടന്ന ആൾ ഇപ്പം എന്താ വളഞ്ഞു കിടക്കുന്നത്, എനിക്കറിയാം എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാൻ, ചിലപ്പോൾ ഇൻ്റർനെറ്റിന് തെറ്റുമായിരിക്കും, പക്ഷെ ശ്രുതിക്ക് തെറ്റുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ ചെന്ന് കയറുന്ന ഒരു പോസ്റ്റിലേക്കാണ് കേട്ടോ. പോസ്റ്റിൽ തലയടിച്ച് റോഡിൽ മറിഞ്ഞ് വീഴുകയും ചെയ്യും കേട്ടോ. ഈ സമയം തന്നെ നമ്മുടെ ബീരാനിക്കിനെ കൊണ്ട് സത്യങ്ങൾ പറയിക്കാനുള്ള ശ്രമത്തിലാണ് സച്ചി ഉള്ളത്. എന്നാൽ മദ്യം കഴിച്ച് അവശനായ ബീരാനിക്ക, ഞാനാരാണെന്ന് നിനക്കറിയാമോ, ഞാൻ ഏത് നാട്ടുകാരനാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേഗം പറയാം, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് സച്ചി പറയുന്നുണ്ട്.
എന്നാൽ ബീരാനിക്കയാകട്ടെ ഞാൻ ആരാണെന്നറിയാമോ, ഞാൻ ഏത് നാട്ടുകാരനാണെന്നറിയാമോ എന്നത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് നാക്ക് കുഴഞ്ഞ് അവസാനം അവിടെ വീണ് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് മഹേഷ് പറയുന്നുണ്ട് ഇനി എന്തായാലും അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും പറയാൻ പറ്റുകയില്ല, അതേ നല്ല പൂസായി എന്നൊക്കെ പറയാണ് കേട്ടോ. അതിനുശേഷം ബീരാനിക്കയും തോളിൽ തൂക്കി പിടിച്ചുകൊണ്ട് വരികയാണ് സച്ചിയും സുഹൃത്തുക്കളും കൂടെ കൂടിയിട്ട്. പോകുന്ന വഴിയിൽ തന്നെ ബീരാനിക്ക പറയുന്നുണ്ട് ദേ ഇവൻ നല്ലവനാണ്, പക്ഷെ നീ അങ്ങനെയല്ല എന്ന് മഹേഷിനോട് പറയുന്ന സമയത്ത് ഓഹോ ഇവിടം വരെ തന്നെ തൂക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം ഞാൻ നല്ലവനല്ല താൻ തൻ്റെ വഴിക്ക് പോടോ എന്ന് പറയുകയാണ്. വേഗം തന്നെ ബീരാൻ എനിക്ക് തന്നെ പോകാനത് ഞാൻ ഇങ്ങനെ പിടിച്ചു പോകുമെന്നും പറഞ്ഞുകൊണ്ട് കള്ളുകൂടിയന്മാർ ഒരു ആക്ഷൻ കാണിക്കുന്ന സമയത്ത് വേഗം സച്ചി ചെന്ന് പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ നടന്നു പോകുന്ന വഴിക്കും ശ്രുതിയെ എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്, എങ്ങനെ പരിചയപ്പെട്ടു എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടെങ്കിലും ബീരാൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്താണ് വഴിയിൽ കിടക്കുന്ന ശ്രുതിയെ കാണുന്നത്. ശ്രുതിയെ കണ്ടുകൊണ്ട് ആകെ ടെൻഷനിൽ ബീരാന്റെ കൈ പിടിച്ചതിന് ശേഷം ഓടിച്ചെന്ന് ശ്രുതിയെ തട്ടി വിളിക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.